അപ്പോൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ അമ്പിയുടെ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് ആദ്യം അമ്പി പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ഈ ശരീരം അഭിനയിക്കുന്ന ഏതൊക്കെ ഒന്നും ഇല്ലാത്ത ഒരാൾ വരില്ലല്ലോ, ആഗ്രഹം ഉണ്ടായിരിക്കും. ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കതൊന്നും അറിയില്ല. ഒരു ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്ന്, എന്തെങ്കിലും ചെറിയൊരു കഴിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്പി എന്താണ് ആദ്യം തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക? ആദ്യം അവരുടെ ബോഡീനെ അറിയണം. എൻ്റെ ശരീരം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കിത് വരില്ല. എനിക്ക് കുറവുകളുള്ള ആളാണ്, എനിക്ക് എൻ്റെ കുറവുകളെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ. ആ കുറവുകളെയും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അത് ഏത് ലെവൽ വരെ പോകാൻ പറ്റുമെന്നും അതിന് മുന്നോട്ട് പോകണമെങ്കിൽ വീണ്ടും എനിക്ക് പ്രാക്ടീസ് വേണമെന്ന് അറിയാവുന്ന ഒരാളാണ്. അപ്പം ആ തിരിച്ചറിയുന്ന സമയത്ത് നമ്മളെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എപ്പോഴേലും റിസൾട്ട് ഉണ്ടാവും. ബോഡിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത്? കണ്ണുകളാണോ? നമ്മുടെ എന്താണ് ഏറ്റവും കൂടുതൽ അഭിനയിക്കേണ്ടത്? ഏതൊക്കെ ശരീരഭാഗങ്ങൾ നമ്മൾ നല്ല രീതിയിൽ അഭിനയിക്കണം? അപ്പോൾ അത് ഓരോ ക്യാരക്ടറിനും ഓരോ രീതിയിലല്ലേ. ഇപ്പം അത് അത് ഡയറക്ടറിൻ്റെ വിഷയം. നമ്മൾ എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി വെക്കുന്നതാണ് ഒരു ആക്ടറിൻ്റെ ജോലി. ബാക്കി മീഡിയം സിനിമ ഡയറക്ടറിൻ്റെ. ഇപ്പം എനിക്കൊരു സീൻ നന്നായിട്ട് അഭിനയിച്ചു, എനിക്ക് തോന്നി എനിക്കിഷ്ടപ്പെട്ടു, ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അല്ല, എനിക്കിതല്ല വേണ്ട, വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫ്ലെക്സിബിളായി നിൽക്കുക എന്ന് പറയുന്നതാണ് ആക്ടിങ് സ്റ്റുഡൻറ്റിൻ്റെ